ഹായ് ഹലോ നമസ്കാരം. PG3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ കുറച്ച് ദിവസമേ നമ്മുടെ മുന്നിൽ ഇനിയുള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളിങ്ങനെ കറണ്ട് അഫേഴ്സുമായിട്ട് വരാൻ സാധ്യതയുള്ള കറണ്ട് അഫേഴ്സുമായിട്ട് ഇങ്ങനെ വരാനാണ് ഉദ്ദേശിക്കുന്നത്. മോക്ക് ടെസ്റ്റ് പോലെ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് സമയം കൊണ്ട് ഒരു 10 കറണ്ട് അഫേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കി പോവാം. അപ്പോൾ പെട്ടെന്ന് പോവാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം നിലവിൽ വന്നത്? ചണ്ഡീഗഡ്, ന്യൂഡൽഹി, മുംബൈ, ചെന്നൈ എന്നിങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം. നമുക്ക് പ്രതിരോധമൊക്കെ പഠിക്കാനുണ്ട്. ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ആണവ നിലയങ്ങൾ, പ്രതിരോധം, ബഹിരാകാശം ഈ ഭാഗമൊക്കെ വരാം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം നിലവിൽ വന്നത് എവിടെയെന്നാണ് ചോദ്യം. ചണ്ഡീഗഡ്, ന്യൂഡൽഹി, മുംബൈ, ചെന്നൈ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് ഉള്ളത്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ സഹായത്തോടെ മംഗലദച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായ രാജ്യം. ജലവൈദ്യുത പദ്ധതിയാണ്. ഇന്ത്യയുടെ സഹായത്തോടു കൂടി ഏത് രാജ്യമാണ് ഇങ്ങനൊരു ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് ആയിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. മൂന്നാമത്തെ ചോദ്യം പ്രതിരോധത്തിൽ തന്നെയാണ്. യുദ്ധക്കപ്പലായ INS കൃപാൻ ഇന്ത്യ കൈമാറിയത് ഏത് രാജ്യത്തിനാണ്? യുദ്ധക്കപ്പലാണ് INS കൃപാൻ. ഇന്ത്യ കൈമാറിയത് ഏത് രാജ്യത്തിനാണ്? യുദ്ധക്കപ്പലായിട്ടുള്ള INS കൃപാൻ ഇന്ത്യ കൈമാറിയത് ഏത് രാജ്യത്തിനാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് വായിച്ചില്ല. ശ്രീലങ്ക, തായ്ലാൻഡ്, കംബോഡിയ, വിയറ്റ്നാം എന്നിങ്ങനെയാണുള്ളത്. നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെ ആക്കിയുള്ളതാണ് പുതിയ ലോക്സഭാ ചേംബർ? അപ്പോൾ ചേംബർ കടുവ, സിംഹം, മയിൽ, ആന ഇതിൽ ഏതിനെ ആസ്പദമാക്കിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഒന്ന് ആലോചിച്ചാൽ ഉത്തരം പെട്ടെന്ന് കിട്ടും. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്, മഹാരാഷ്ട്ര, തെലങ്കാന, മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം. ആറാമത്തെ ചോദ്യം, സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായുള്ള യുനെസ്കോ ഏഷ്യ പസഫിക്കിന്റെ അവാർഡ് ഓഫ് മെറിറ്റ് ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ്? ലഭിച്ച ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ്? ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഗോവ എന്നിങ്ങനെയാണ് ഓപ്ഷൻ ഉള്ളത്. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായിട്ടുള്ള യുനെസ്കോ ഏഷ്യ പസഫിക് അവാർഡ് ഓഫ് മെറിറ്റ് ലഭിച്ച ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്താണ്? ഏഴാമത്തെ ചോദ്യം, സംസ്ഥാന കർഷക അവാർഡുകളുടെ ഗണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൃഷിഭവനുകൾക്ക് നൽകാൻ തീരുമാനിച്ച പുരസ്കാരം ആരുടെ പേരിലാണ് നൽകുന്നത്? EK നായനാർ, വി രാഘവൻ, C അച്യുതമേനോൻ, MN ഗോവിന്ദൻ നായർ. നമുക്ക് കൃഷി പഠിക്കാനുള്ളതാണ് അല്ലെ. കൃഷിയായിട്ട് ഒരു കറണ്ട് അഫെയർ ആയിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. സംസ്ഥാന കർഷക അവാർഡുകളുടെ ഗണത്തിൽ അല്ലെ, സംസ്ഥാന കർഷക അവാർഡുകളുണ്ട്. അതിലൊരു ഗണമാണ് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൃഷിഭവൻ. അതിന് നൽകാൻ പോകുന്ന പുരസ്കാരം ആരുടെ പേരിലാണ് എന്നാണ് ചോദ്യം. എട്ടാമത്തെ ചോദ്യം, KR മീരയുടെ ഘാതകൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്? J ദേവിക, പ്രിയ AS, CG രാജഗോപാൽ, സുധാകരൻ, രാമൻധാളി എന്നിങ്ങനെയാണ് ഓപ്ഷൻ ഉള്ളത്. ഒൻപതാമത്തെ ചോദ്യം, കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനീകരണപ്പെട്ട നദിയായ കൂവം നദി ഏത് നഗരത്തിലൂടെയാണ് ഒഴുകുന്നത്? മുംബൈ, ചെന്നൈ, വിശാഖപട്ടണം, ബാംഗ്ലൂരു ഇങ്ങനെയാണ് ഓപ്ഷൻ ഉള്ളത്. എളുപ്പമായിട്ട് കിട്ടിയിട്ടുണ്ടാകും അല്ലേ. പത്താമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഗിർ ദേശീയോദ്യാനത്തിൽ നിന്ന് 40ഓളം സിംഹങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിക്കപ്പെട്ട ബർദ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ്? രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ബീഹാർ. നമുക്കിത് പഠിക്കാനുണ്ട്. എന്തായത് പരിസ്ഥിതി പഠിക്കാനുണ്ടല്ലോ അല്ലേ. പരിസ്ഥിതി പഠിക്കുമ്പോൾ ദേശീയോദ്യാനങ്ങൾ തീർച്ചയായിട്ടും വരും. അപ്പോൾ ഗിർ ദേശീയോദ്യാനത്തിൽ നിന്ന് 40ഓളം സിംഹങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിക്കപ്പെട്ട ബർദ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ്? രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ബീഹാർ എന്നിങ്ങനെയാണ് ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ 10 ചോദ്യങ്ങൾ നമ്മളിവിടെ കഴിഞ്ഞു. ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്കിനി എന്ത് ചെയ്യാം, ആൻസേഴ്സ് ആയിട്ട് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം നിലവിൽ വരുന്നത് ചണ്ഡീഗഡിലാണ് കേട്ടോ, ചണ്ഡീഗഡിലാണ്. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ സഹായത്തോടെ മംഗലദച്ചു ജലവൈദ്യുത പദ്ധതി ഭൂട്ടാനിലാണ് വരുന്നത്, സ്ഥാപിതമായത് ഭൂട്ടാനിലാണ്.
അടുത്തത് മൂന്നാമത്തെ ചോദ്യം, യുദ്ധക്കപ്പലായ INS കൃപാൺ ഇന്ത്യ കൈമാറിയത് വിയറ്റ്നാമിനാണ്. നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെ ആസ്പദമാക്കിയുള്ളതാണ് പുതിയ ലോക്സഭാ ചേംബർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മയിലിനെ ആസ്പദമാക്കിയിട്ടാണ്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയാണ്. ആറാമത്തെ ചോദ്യം, സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനായിട്ടുള്ള യുനെസ്കോ ഏഷ്യ പസഫിക് അവാർഡ് ഓഫ് മെറിറ്റ് എന്ന അവാർഡ് കിട്ടിയ ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലാണ്. ആറാമത്തേത് മഹാരാഷ്ട്ര. ഏഴാമത്തെ ചോദ്യം, സംസ്ഥാന കർഷക അവാർഡുകളുടെ ഗണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന കൃഷിഭവനുകൾക്ക് നൽകാൻ തീരുമാനിച്ച പുരസ്കാരം ആരുടെ പേരിലാണെന്ന് ചോദിച്ചാൽ VV രാഘവന്റെ പേരിലായിരിക്കും. എട്ടാമത്തെ ചോദ്യം, KR മീരയുടെ ഘാതകൻ എന്ന പുസ്തകം അസാസിൻ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റിയത് J ദേവികയാണ്. ഒൻപതാമത്തെ ചോദ്യം, കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനീകരണപ്പെട്ട നദിയായ കൂവം നദി ഏതിലൂടെയാണ്? ചെന്നൈ നഗരത്തിലൂടെയാണ്. പത്താമത്തെ ചോദ്യം, ഗിർ ദേശീയോദ്യാനത്തിൽ നിന്ന് 40ഓളം സിംഹങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിക്കപ്പെട്ട ഭർദ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുജറാത്തിലാണ്. ഓക്കെ, ഗുജറാത്തിലാണ്. അപ്പോൾ 10 ചോദ്യങ്ങൾ നമ്മൾ നോക്കി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതുപോലെ 249 രൂപയ്ക്ക് 70 മോഡൽ എക്സാം പ്ലസ് 2023-24 വർഷത്തെ കറണ്ട് അഫെയർ, അതുപോലെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകത്തിലെ സയൻസിൻ്റെയും സോഷ്യലിൻ്റെയും ചാപ്റ്റർ വൈസ് നോട്ട്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇത്തവണയും നമുക്ക് നമ്മുടെ സിലബസിലുള്ള എല്ലാ ഭാഗത്തും സയൻസിൻ്റെ, പ്രത്യേകിച്ച് സയൻസിൻ്റെ കണ്ടന്റ് മുഴുവൻ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കണ്ടന്റാണ്. അപ്പോൾ അതിനകത്തുള്ള എല്ലാ പോയിന്റുകളും നിങ്ങളൊന്ന് വായിച്ചു പോകുന്നത്, ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ആളാണെങ്കിൽ പോലും 5 മുതൽ 10 വരെയുള്ള സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കുന്നത് പരീക്ഷയ്ക്ക് മുൻപ് തന്നെ ഒന്ന് വായിച്ചു തീർക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് 5 മുതൽ 10 വരെയുള്ള സ്കൂൾ ടെക്സ്റ്റ് ബുക്ക്, കറണ്ട് അഫെയർ, അതുപോലെ 70 മോഡൽ എക്സാം പ്ലസ് അതിൻ്റെ ആൻസർ കീ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോഴ്സ് സ്പെഷ്യൽ ഓഫറായിട്ട് 249 രൂപയ്ക്ക് PG3 അക്കാദമിയിൽ അവൈലബിൾ ആണ്. നമ്മൾ ആപ്പ് വഴിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. OMR ഷീറ്റിൽ എഴുതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ തരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ചൂടെ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് വിളിക്കുക. ഓക്കെ, താങ്ക് യു.